ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ ഡാം. അത് പൊട്ടുകയോ പൊട്ടുകയോ, അതാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ചർച്ച. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു ഭയവും വേണ്ട, മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇടുക്കിയിലേക്കുള്ള മന്ത്രി നമ്മുടെ റോഷി അഗസ്റ്റ്, അദ്ദേഹം MLA സ്വല്പം സത്യവും നീതിയും ധർമ്മമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മന്ത്രിയായതിനു ശേഷം അങ്ങേർക്കും സത്യമൊന്നും അറിയില്ല. മുല്ലപ്പെരിയാർ ഒരു കുഴപ്പമില്ലെന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞത് കേട്ടു. മുല്ലപ്പെരിയാർ എന്നത് 1886 എഗ്രിമെന്റ് വെച്ച് 1895 പണി പൂർത്തീകരിച്ച് 96 എഗ്രിമെന്റ് വെച്ച് പാട്ടക്കരാറുണ്ടാക്കി തുടങ്ങിയ ഡാമാണ്. അപ്പം 130 വർഷമായി ഈ ഡാം പണി വെച്ചിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, 50 വർഷത്തെ കൂടുതൽ ഒരു ഡാമിനും ആയുസില്ലെന്ന് ശാസ്ത്രലോകം മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുക. അങ്ങനെ ശാസ്ത്രലോകം മുഴുവൻ പറയുന്ന കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇറിഗേഷൻ മന്ത്രിയും പറയുന്നത് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ഒരു സംശയം വേണ്ട, എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 1300 അടി ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തുനിന്ന് 1300 അടി താഴെ ഡാം പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റിലാണ് തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ? അതൊന്നും ഒഴുകിപ്പോയില്ലല്ലോ. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും, ഇതായിരിക്കണം മുദ്രാവാക്യം. കാരണം തമിഴ്നാട്ടിലെ 3 ജില്ലയല്ല 5 ജില്ലകളിലെ ജനങ്ങളുടെ കൃഷിയും കുടിവെള്ളവും ഈ വെള്ളമാണ്. അതുകൊണ്ട് വെള്ളം കൊടുത്തേ തീരും, തമിഴ്നാടിന് വെള്ളം കൊടുത്തേ മതിയാവും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ 35 ലക്ഷത്തോളം, പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന നിലയിൽ ഒരു ഡാം പൊട്ടലുണ്ടായാൽ ആ സാഹചര്യത്തിന് വിലയിരുത്തണം. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയാണ്. ഉടൻ ഒട്ടും താമസം വേണ്ട, ഡാം സംബന്ധിച്ചൊരു തീരുമാനം എടുക്കണം.